ചെയ്തിരിക്കുന്നത് മനസ്സിലായല്ലോ. ആദ്യം നിങ്ങളോട് പറഞ്ഞ രൂപത്തിൽ തന്നെ ആദ്യം ഹെയറിന് ബ്ലോ ഡ്രൈ ചെയ്തു, പിന്നെ ടെക്സ്ചറൈസ് ചെയ്തു. Then उसके बाद यूज करेंगे हम डस्टेड പൗഡർ. പ്രാക്ടിക്കലിലേക്ക് വരുന്നത് നമ്പർ അതേ ഉള്ളത് തന്നെ നോക്കുക. ഇല്ലാത്ത കുഴപ്പമില്ല, ഡസ്റ്റിറ്റ് എന്ന് എഴുതി വെക്കുക. ഡസ്റ്റിറ്റിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞല്ലോ. സിൽക്കി ഹെയറിനെ വർക്കബിൾ ആക്കി എടുക്കാൻ പറ്റും. सेशन लेवल ഡസ്റ്റിറ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം സെഷൻ ലെവൽ സ്പ്രേ അടിക്കുക. then comb for merging. उसके बाद कोम करना है. രണ്ട് പൗഡറും സ്പ്രേയും കൂടി അടിച്ചത് മെർജ് ചെയ്യാൻ വേണ്ടി ഒരു കോമ്പിങ് കൊടുക്കുക. എന്നാൽ എല്ലാ ഹെയറിലേക്കും അത് ഇമൾസിഫൈ ചെയ്യുള്ളൂ. सिंपल ट्विस्ट करना है बस. ഈ ടോങ് ഉപയോഗിച്ച് പറഞ്ഞത് ആ ക്ലിപ്പിന്റെ ഉള്ളിലേക്ക് മുടിയുടെ അടിച്ച് കുടുങ്ങിയതിനു ശേഷം വളരെ സിമ്പിൾ ആയിട്ട് നമ്പർ 28 നമ്പർ റോളർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 28 നമ്പർ കേളിംഗ് റാഡ് ഉപയോഗിച്ചിട്ട് അതിന്റെ ക്ലിപ്പിലേക്ക് മുടിയുടെ അടിച്ച് പക്കി വെച്ച് സിമ്പിൾ ആയിട്ട് റൗണ്ട് ചെയ്യുക. ഫ്രൂട്ട്സ് വരെ सॉफ्ट कर्ल्स करके एज इट इज ड्रॉप कर देना है. സോഫ്റ്റ് കേൾ ചെയ്തതിനു ശേഷം വിട്ടേക്കുക. കാണാൻ ചെയ്യുന്നതല്ലേ, സിമ്പിൾ വർക്കാണ്. सेक्शन എടുത്തോ. सेक्शन कैसे लिया हुआ है? डायगोनल सेक्शन. डायगोनल सेक्शन. हल्का सा लाइट डायगोनल सेक्शन. ये देखो. और देन उसके बाद ഡയഗണൽ സെക്ഷൻ ആദ്യം എടുത്തിരിക്കുന്ന ലെയറിന്റെ അതേ രൂപത്തിൽ തന്നെയുള്ള അടുത്ത സെക്ഷനും कोम करना है. और कोम करने के बाद नॉर्मल ओके കാണാൻ പറ്റുന്നുണ്ടോ? अब थोड़ा पूरा दिखने ओके अच्छा अब दिख रहा है. हां കാണുന്നുണ്ടോ? डायगोनल थोड़ा ब्रॉड सेक्शन है ना, बहुत पतला सेक्शन नहीं चाहिए, बिल्कुल ब्रॉड सेक्शन. ഡയഗണൽ സെക്ഷൻ ആണ് വേണ്ടത്. വളരെ കട്ടി കുറയരുത്, കുറച്ച് കട്ടി കൂടിയ സെക്ഷൻ ആണ്. എന്നാലേ നമുക്ക് കേൾ ചെയ്യാനൊക്കെ ഹയർ ഉണ്ടാവും. जस्ट को हल्का सा होल्ड कर देना है सेक्शंस को. नॉर्मल ग्रेड इनवर्ड ആണ് ഔട്ട്വേർഡ് ആണ്? आउटसाइड आउटसाइड ഔട്ട്സൈഡ് मैंने देखा अभी देखो इनके ना बहुत बीच बीच से शॉर्ट हेयर है, ब्रेकेज हेयर है, शॉर्ट हेयर. सो क्या करेंगे इसको अलग മുടി നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രേക്കേജ് ഉള്ള ഷോർട്ട് ഹെയർ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ വെക്കരുത്, അതിനെ മാറ്റി നിർത്തണം. ഒരേ ഡിസിപ്ലിൻ ഉള്ള ഹെയറിൽ മാത്രമേ നമുക്കിത് കിട്ടൂ. നമ്മൾ കേൾ ചെയ്ത് വെച്ചത് ക്ലിപ്പ് ചെയ്ത് കണ്ടില്ല, സാധനം ലൂസായി പോകാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് ക്ലിപ്പ് ചെയ്ത് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താം. സ്പ്രേ ഒന്നും അടിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അൺടൈ ആയി പോകും. इसको बिल्कुल रैंडमली कर्ल्स करना है, जस्ट आउटसाइड सब एक ही पैटर्न एक ही पैटर्न. और ये ऐसा हेड हुआ है जो आपके यहाँ बहुत अच्छा चलेगा, क्लाइंट बहुत इजीली कैरी कर लेगा. प्रैक्टिकल है बिल्कुल. ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായി ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ക്ലയന്റിന് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. സിമ്പിൾ ആയിട്ട് सबसे पहले स्प्रे करना है. स्प्रे के बाद अच्छे से कोम करना है मैंडेटरी ताकि स्प्रे मर जाए. ताकि स्प्रे मर जाए. सेटिंग स्प्रे. हाँ होल्ड स्प्रे. ഹോട്ട് സ്പ്രേ അടിച്ചത് നമ്മൾ ആദ്യം കണ്ടില്ലേ, നമ്മൾ ഹോട്ട് സ്പ്രേ നമ്മൾ എഴുതിയില്ല, ബേസ് നമുക്ക് കിട്ടല്ലോ. സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ കോമ്പ് ചെയ്തിട്ട് എല്ലാ മുടിയിലോട്ടും ആ സ്പ്രേ എത്തിക്കണം. ടാഫ്റ്റ് അല്ല, ഓസിസ് ബസ് का सेशन लेवल നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയത് തന്നെ. സ്പ്രേ അടിച്ച് നമ്മൾ എല്ലാം കോമ്പ് ചെയ്തില്ലെങ്കിൽ ഹെയറിന് ആ ഡിസിപ്ലിൻ കിട്ടില്ല. ഉടനെ സ്പ്രേ അടിച്ച് അത്ര സ്പീഡിൽ തന്നെ കോമ്പ് ചെയ്യും. ये कल तो इजीली सब लोग कर लोगे ना? ഇതെല്ലാവർക്കും ചെയ്യാവുന്നല്ലോ ഈസി ആയിട്ട്.
എല്ലാവരും സാധാരണ ചെയ്യുന്നതാണ് അതൊക്കെ. अब इसकी भी डायरेक्शन देख लो प्लीज, ध्यान से देखना. अब यहाँ से क्या करना है, बिल्कुल ऐसा ए लाइन सेक्शन बनाना है. ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ആരും दूसरी വീഡിയോ साइड റെക്കോർഡ് से ए ചെയ്ത് लाइन सेक्शन. अभी यहाँ से हमने ऐसा डायगोनल लिया था हल्का सा, बट यहाँ से प्रॉपर ए लाइन सेक्शन. പ്രോപ്പർ ഹെയർ ലൈൻ, ए for ए apple. लाइन, ए लाइन सेक्शन. പ്രോപ്പർ ഹെയർ ഡയഗ്നൽ यहाँ से डायगोनल लिया, फिर यहाँ से ए लाइन सेक्शन. എ ലൈൻ സെക്ഷൻ. ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയഗ്നൽ സെക്ഷൻ എന്ന് എഴുതുക, രണ്ടാമത്തെ എ ലൈൻ സെക്ഷൻ. और എ उसके बाद ലൈൻ रूट സെക്ഷൻ पे बैक कॉमिंग. അത് ബാക്ക് കോം ചെയ്യണം. എ ലൈൻ സെക്ഷൻ, ए लाइन सेक्शन, देन उसके बाद रूट से बैक कॉमिंग, और उसके बाद कॉम, देन उसके बाद फोल्ड स्प्रे. Fold spray ठीक है. सेक्शन लेवल. ए लाइन सेक्शन का बेनिफिट ये है कि हमें सारे बाल वन साइड डिपॉजिट करने हैं. ओके, अगर हम इसको जस्ट नॉर्मल सेक्शन लेते तो इधर के बाल जब तक यहाँ जाते तो ये बाल छोटा हो जाता लेंथ कम होती है है, लेंथ कम हो जाती है. ये लाइन लेने से लेंथ शॉर्ट नहीं होगी. എ ലൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ്, ഹെയർ ഒരിക്കലും ഷോർട്ട് ആവില്ല. നമുക്ക് ഹെയർ ഭാഗത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഫീൽ വരില്ല. और ये देखो ऑपोजिट साइड. സ്റ്റൈൽ ചെയ്ത് പലർക്കും കാണാൻ പറ്റണില്ല. എല്ലാവരും ലോങ്ങിൽ ഇരിക്കണ കാരണം കൊണ്ട്. ഓക്കെ, സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കാം. ഒരു കുഴപ്പമില്ല. Same technique. ये लाइन सेक्शन again back combing. Spray. എ ലൈൻ സെക്ഷൻ നമ്മൾ തിരിച്ചതിന്റെ രണ്ടാമത്തെ ഘടകം എടുത്ത് അതേ രൂപത്തിൽ തന്നെ ചെയ്യാം. अब इसमें स्प्रे इसलिए मैं ज्यादा कर रहा हूँ बिकॉज बालों में वेट ज्यादा है. बालों में वेट ज्यादा है, प्लस मैं जो टोंग यूज कर रहा हूँ वो 28 mm का है, मतलब ब्रॉड साइज है. तो अगर मैं स्प्रे ज्यादा नहीं करूंगा तो गर्ल्स लूज हो जाएगी. നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ ഹെവി ടോങ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട് സാധനങ്ങൾ, എന്നാലേ ഹോൾഡിംഗ് കിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, വലിയ ടോങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്പ്രേ നന്നായിട്ട് ഉപയോഗിക്കണം. വെയിറ്റ് കൂടുതലായിരിക്കും, ഹെയറിന് പെട്ടെന്ന് അഴിഞ്ഞു പോകും. എന്താ കാണില്ല. थोड़ा साइड पे റൊട്ടേറ്റ് ആണ്. कम से कम ये करना वाला है ना, बहुत सारे आदमी को थोड़ा एक्सपीरियंस कम है, इसलिए आप करने का आइडिया लोगों को सिखाना है. थोड़ा दिक्कत. डोंट वरी, मैं सबको हाथ पकड़ के सिखा के दूंगा. നിങ്ങൾ കൈ പിടിച്ച് പഠിപ്പിച്ചു തരും, ബാക്കിയുള്ള കുഴപ്പമില്ല, പഠിക്കണം. और जिसको नहीं आएगा उसको डेली ले जाऊंगा. മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി. इसको ना बहुत पतला सेक्शन लेके कर्ल्स नहीं बनाना, जस्ट फटाफट फटाफट, बिकॉज ब्रॉड सेक्शन. अब इसके मैं बनाऊंगा ब्रेड, सो इसमें ज्यादा टाइम लगाने की जरूरत नहीं है. സ്പ്രേ ഒക്കെ കട്ടി കുറഞ്ഞ ഭാഗങ്ങളല്ല എടുത്ത് സ്പീഡ് ചെയ്യാൻ വേണ്ടി കട്ടി കൂടുതലുള്ള ഭാഗമാണ് മുടി എടുത്തത്. ഇത് കട്ടി കുറഞ്ഞ് ചെയ്യാം, കൂടുതൽ കേൾസ് വരും. ഇത് പെട്ടെന്ന് തന്നെ ഉള്ള മുടിയെ ഏതാനും വലിയ വലിയ പാർട്സ് ആക്കി തന്നെയുള്ള സ്റ്റൈലാണ് ചെയ്യുന്നത്. എടുക്കുന്ന സെഷന്റെ വോളിയം ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ വ്യത്യസ്തമായ പാറ്റേൺ ആയിട്ടായിരിക്കും ഹെയർ കേൾ ഉണ്ടാവും, അതിന്റെ ഡിസിപ്ലിൻ പോകും. അതിലൊന്നും പ്രത്യേകമായിട്ട് അളവില്ല, അത് കണ്ടുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഭാഗമാണ്. Big wire. ഇപ്പൊ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? ആദ്യം നിങ്ങളോട് പറഞ്ഞ രൂപത്തിൽ തന്നെ ആദ്യം ഹെയറിന് ബ്രോഡറൈസ് ചെയ്തു, പിന്നെ ടെക്സ്റ്റൈസ് ചെയ്തു. देन उसके बाद यूज करेंगे हम डस्टेड. ഡസ്റ്റഡ് പൗഡർ. പ്രാക്ടിക്കലിലേക്ക് വരുന്നത് നമ്പർ അതേ ഉള്ളത് തന്നെ നോക്കാം, ഇല്ലാത്ത കുഴപ്പമില്ല. ഡസ്റ്റിറ്റ് എന്ന് എഴുതി വെക്കുക. ഡസ്റ്റിറ്റിന്റെ ആവശ്യം എന്താന്ന് പറഞ്ഞല്ലോ, സിൽക്കി ഹെയറിനെ വർക്കബിൾ ആക്കി എടുക്കാൻ പറ്റും. सेशन लेवल. ഡസ്റ്റിറ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം സെഷൻ ലെവൽ സ്പ്രേ അടിക്കുക. Then comb for merging. उसके बाद कोम करना ആ है. രണ്ട് പൗഡറും സ്പ്രേയും കൂടി അടിച്ചത് മെർജ് ചെയ്യാൻ വേണ്ടി ഒരു കോമ്പിങ് കൊടുക്കുക, എന്നാൽ എല്ലാ ഹെയറിലേക്കും അത് ഇമൾസിഫൈ ചെയ്യുള്ളൂ. सिंपल ट्विस्ट करना है बस. ഈ ടോങ് ഉപയോഗിച്ച് പറഞ്ഞത് ആ ക്ലിപ്പിന്റെ ഉള്ളിലേക്ക് മുടിയുടെ അടിച്ച് കുടുങ്ങിയ ശേഷം വളരെ സിമ്പിൾ ആയിട്ട് നമ്പർ 28 നമ്പർ റോളർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 28 നമ്പർ കേളിംഗ് റാഡ് ഉപയോഗിച്ചിട്ട് അതിന്റെ ക്ലിപ്പിലേക്ക് മുടിയുടെ എഡ്ജ് പക്കി വെച്ച് സിമ്പിൾ ആയിട്ട് റൗണ്ട് ചെയ്യുക. റൂട്ട്സ് വരെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. सॉफ्ट कर्ल्स करके एज इट इज ड्रॉप कर देना है. സോഫ്റ്റ് കേൾ ചെയ്തതിനു ശേഷം വിട്ടേക്കുക. കാണാൻ ചെയ്യുന്നതല്ലേ, സിമ്പിൾ വർക്കാണ്. സെക്शन എടുത്തോ. സെക്ഷൻ कैसे लिया हुआ है? Diagonal. डायगोनल सेक्शन. डायगोनल सेक्शन. Diagonal. हल्का सा लाइट डायगोनल सेक्शन. ये देखो. और देन उसके बाद ഡയഗണൽ സെക്ഷൻ ആദ്യം എടുത്തിരിക്കുന്ന ലെയറിന്റെ അതേ രൂപത്തിൽ തന്നെയുള്ള അടുത്ത സെക്ഷനും. कोम करना है, और कोम करने के बाद नॉर्मल इनके वॉइस टोंग से वॉइस- Okay, കാണാൻ പറ്റുന്നുണ്ടോ? अब थोड़ा थोड़ा दिखने. Okay, okay. अच्छा अब दिख रहा है. हाँ.
ഇപ്പൊ കാണുന്നുണ്ടോ? Diagonal, diagonal. और थोड़ा ब्रॉड सेक्शन है ना, बहुत पतला सेक्शन नहीं चाहिए, बिल्कुल ब्रॉड सेक्शन. ഡയഗ്നൽ സെക്ഷൻ ആണ് വേണ്ടത്. വളരെ കട്ടി കുറയരുത്, കുറച്ച് കട്ടി കൂടിയ സെക്ഷൻ ആണ്, എന്നാലേ നമുക്ക് കേൾ ചെയ്യാനൊക്കെ ഹയർ ഉണ്ടാവും. जस्ट को हल्का सा होल्ड कर देना है सेक्शंस को नॉर्मल. ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ? आउटसाइड आउटसाइड ഔട്ട്സൈഡ് കേൾ, ഔട്ട്സൈഡ് കേൾ. अभी ये देखो इनके ना बहुत बीच बीच से शॉर्ट एयर है, ब्रेकेज एयर है, शॉर्ट एयर. सो क्या करेंगे इसको अलग कर देंगे. अलग. മുടി നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രേക്കേജ് ഉള്ള ഷോർട്ട് ഹെയർ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ വെക്കരുത്, അതിനെ മാറ്റി നിർത്തണം. ഒരേ ഡിസിപ്ലിൻ ഉള്ള ഹെയറിൽ മാത്രമേ നമുക്കിത് കിട്ടൂ. നമ്മൾ കേള് എഴുതി വെച്ചത് ക്ലിപ്പ് ചെയ്ത് കണ്ടില്ല, സാധനം ലൂസായി പോകാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് ക്ലിപ്പ് ചെയ്ത് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താം. സ്പ്രേ ഒന്നും അടിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അൺടൈ ആയി പോകും. इसको बिल्कुल रैंडमली कर्ल्स करना है, जस्ट आउटसाइड. सब एक ही पैटर्न, एक ही पैटर्न. और ये ऐसा हेड हुआ है जो आपके यहाँ बहुत अच्छा चलेगा, क्लाइंट बहुत इजीली कैरी कर लेगा. प्रैक्टिकल है बिल्कुल. ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായി ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ക്ലയന്റിന് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. സിമ്പിൾ ആയിട്ട് सबसे पहले स्प्रे करना है. स्प्रे के बाद स्प्रे के बाद अच्छे से कोम कॉम करना. करना मैंडेटरी ताकि स्प्रे मर जाए. एयर स्प्रे है ना, ताकि स्प्रे मर जाए. एयर स्प्रे सेटिंग स्प्रे, हाँ होल्ड स्प्रे. ഹോൾ സ്പ്രേ അടിച്ചത് നമ്മൾ ആദ്യം കണ്ടില്ലേ, നമ്മൾ ഹോൾ സ്പ്രേ നമ്മൾ എഴുതിയില്ല, ബേസ് നമുക്ക് കിട്ടല്ലോ. സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ കോമ്പ് ചെയ്തിട്ട് എല്ലാ മുടിയിലോട്ടും ആ സ്പ്രേ എത്തിക്കണം. ടാഫ്റ്റ് അല്ല, ഓസിസ് ബസ്, कोशिश बस कोशिश का सेशन लेवल. സെഷൻ ലെവൽ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയത് തന്നെ ഓസിസിൽ. സ്പ്രേ അടിച്ച് നമ്മൾ എല്ലാം കോമ്പ് ചെയ്തില്ലെങ്കിൽ ഹെയറിന് ആ ഡിസിപ്ലിൻ കിട്ടില്ല. ഉടനെ സ്പ്രേ അടിച്ച് അത്ര സ്പീഡിൽ തന്നെ കോമ്പ് ചെയ്യും. ठीक है. ये कल तो इजीली सब लोग कर लोगे ना. एक बार पूछना. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നല്ലോ, ഈസി ആയിട്ട്. എല്ലാവരും സാധാരണ ചെയ്യുന്നതാണ് അതൊക്കെ. अभी इसकी भी डायरेक्शन देख लो, प्लीज ध्यान से देखना. अब यहाँ से क्या करना है, बिल्कुल ऐसा ए लाइन सेक्शन बनाना है. ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടോ? അതിന് दूसरी വീഡിയോ साइड റെക്കോർഡ് से ए ചെയ്ത് लाइन सेक्शन. अभी यहाँ से हमने ऐसा डायगोनल लिया था हल्का सा, बट यहाँ से प्रॉपर ए लाइन सेक्शन. proper hairline, A for apple. ए लाइन सेक्शन. proper hair is yeah diagonal, यहाँ से डायगोनल लिया, फिर यहाँ से ए लाइन सेक्शन. A line section. ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയഗണൽ സെക്ഷൻ എന്ന് എഴുതുക, രണ്ടാമത്തെ എ ലൈൻ സെക്ഷൻ. और എ उसके बाद ലൈൻ roots സെക്ഷൻ में बैक कॉमिंग. അത് ബാക്ക് കോം ചെയ്യണം. എ ലൈൻ സെക്ഷൻ, ए लाइन सेक्शन, देन उसके बाद रूट्स में बैक कॉमिंग, और उसके बाद कॉम, देन उसके बाद होल्ड स्प्रे. Hold spray अडिगे. सेक्शन लेवल. ए लाइन सेक्शन का बेनिफिट ये है कि हमें सारे बाल वन साइड डिपॉजिट करने हैं. ओके, अगर हम इसको जस्ट नॉर्मल सेक्शन लेते हैं तो इधर के बाल जब तक यहाँ जाते हैं तो ये बाल छोटा हो जाता लेंथ कम होती है है, बालों लेंथ कम हो जाती है. की. एक लाइन लेने से लेंथ शॉर्ट नहीं होगी. എ ലൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ്, ഹെയർ ഒരിക്കലും ഷോർട്ട് ആവില്ല. നമുക്ക് ഹെയർ ഭാഗത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഫീൽ വരില്ല. और ये देखो ऑपोजिट साइड. സ്റ്റൈൽ ചെയ്ത് പലർക്കും കാണാൻ പറ്റണില്ല, എല്ലാവരും ലോങ്ങിൽ ഇരിക്കുന്ന കാരണം. ഓക്കെ, സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കാം, ഒരു കുഴപ്പമില്ലല്ലോ. सेम टेक्निक, ए लाइन सेक्शन, अगेन बैक कॉमिंग, स्प्रे. എ ലൈൻ സെക്ഷൻ നമ്മൾ തിരിച്ചതിന്റെ രണ്ടാമത്തെ ഘടകം എടുത്ത് അതേ രൂപത്തിൽ തന്നെ ചെയ്യുക. अभी इसमें स्प्रे इसलिए मैं ज्यादा कर रहा हूँ बिकॉज बालों में वेट ज्यादा है. बालों में वेट ज्यादा है, प्लस मैं जो टोंग यूज कर रहा हूँ वो 28 mm का है, मतलब ब्रॉड साइज है. तो अगर मैं स्प्रे ज्यादा नहीं करूंगा तो गर्ल्स लूज हो जाएगी.
നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ ഹെവി ടോങ് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട് സാധനം, എന്നാലേ ഹോൾഡിംഗ് കിട്ടുള്ളൂ. വെയിറ്റ് ശ്രദ്ധിക്കുക, വലിയ ടോങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്പ്രേ നന്നായിട്ട് ഉപയോഗിക്കണം. വെയിറ്റ് കൂടുതലായിരിക്കും, ഹെയറിന് പെട്ടെന്ന് അഴിഞ്ഞു പോകും. എന്താ സംഭവം? കാണില്ല. थोड़ा साइड पे റൊട്ടേറ്റ് ആണ്. कम से कम ये करना वाला है ना, बहुत सारे आदमी को थोड़ा एक्सपीरियंस कम है, इसलिए आप करने का आइडिया लोगों को सीखना है. थोड़ा दिक्कत. डोंट वरी, मैं सबको हाथ पकड़ के सिखा के दूंगा. നിങ്ങൾ കൈ പിടിച്ച് പഠിപ്പിച്ചു തരും, ബാക്കിയുള്ള കുഴപ്പമില്ല, പഠിക്കണം. और जिसको नहीं आएगा उसको दिल्ली ले जाऊंगा. മനസ്സിലായിട്ടുണ്ട്, ഡൽഹി പോകുന്ന എല്ലാവർക്കും വേഗം മനസ്സിലായി. इसको ना बहुत पतला सेक्शन लेके कर्ल्स नहीं बनाना, जस्ट फटाफट फटाफट, बिकॉज ब्रॉड सेक्शन. अब इसके मैं बनाऊंगा ब्रेड, सो इसमें ज्यादा टाइम लगाने की जरूरत नहीं है. സ്പ്രേ ഒക്കെ ഇപ്പോൾ കട്ടി കുറഞ്ഞ ഭാഗങ്ങളെല്ലാം എടുത്ത് സ്പീഡ് ചെയ്യാൻ വേണ്ടി കട്ടി കൂടുതലുള്ള ഭാഗമാണ് മുടി എടുത്തത്. കട്ടി കുറഞ്ഞ് ചെയ്യാം, കൂടുതൽ കേൾസ് വരും. ഇത് പെട്ടെന്ന് തന്നെ ഉള്ള മുടിയെ ഏതാണ്ട് വലിയ വലിയ പാർട്സ് ആക്കി തന്നെയുള്ള ഒരു സ്റ്റൈലാണ് ചെയ്യുന്നത്. എടുക്കുന്ന സെഷന്റെ വോളിയം ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ വ്യത്യസ്തമായ പാറ്റേൺ ആയിട്ടായിരിക്കും ഹെയർ കേൾ ഉണ്ടാവും, അതിന്റെ ഡിസിപ്ലിൻ പോകും. അതിനൊന്നും പ്രത്യേകമായിട്ട് അളവില്ല, അത് കണ്ടുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഭാഗമാണ്.